1 2. അയ്യോ, ഇന്നത് 3ാമത്തെ പ്രാവശ്യം കൈ പോണത്. അല്ല, കുഞ്ഞി വീട്ടിൽ ആദ്യമായിട്ട് വരികയല്ലേ? ഈ വീട് ഇഷ്ടപ്പെട്ടോ? അങ്ങോട്ടല്ലേ, അവിടെ സർവന്റ് സുമതി ഉണ്ട്, അവളെ കൊണ്ട് 2 ചായ ഉണ്ടാക്കി കുടിക്കാം. ഇതല്ലേ സുമതി? സുമേ, അയ്യോ, ഇതിപ്പോ 4ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഈ അബദ്ധം പറ്റുന്നത്. ഇതാ കുഞ്ഞിന്റെ മുറി. 5 കൊല്ലം കൂടിയിട്ടല്ലേ കുഞ്ഞ് വരുന്നത്. അന്നത്തെ വീടിന് 5 ഇരട്ടിയുണ്ട് ഇപ്പൊ. സാറ് MD ആയില്ലേ? ഒരു ഹോട്ടൽ മുറിയിലെത്തിയ പ്രതീതി. അവിടെ റൂം ബോയ്സ് എങ്കിലും കാണും. അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ ഇല്ലേ? കുഞ്ഞിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അടുത്ത നിമിഷം ആ സാധനം ഇവിടെ എത്തും. കുഞ്ഞൊരു കാര്യം ചെയ്യേ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുളിക്കേ. അല്ലെങ്കിൽ വേണ്ട, കുളിച്ചിട്ട് കഴിക്കേ. ഡാഡിയും മമ്മിയും വരാൻ കുറച്ച് നേരം വൈകും. അതിന് മുമ്പ് ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറയാം. ഇടി സുമതി, ഇടി സുമേ, ഇവിടെ ചായ. സാറിന് വിശക്കുന്നുണ്ടാവും, കഴിക്കാൻ എന്താ വേണ്ടത്? എന്നെന്താ വിളിച്ചത്? സാറെന്നോ? എന്റെ പേര് ദിലീപ് എന്നാണ്. ചേച്ചിക്ക് എന്നെ മോനെന്നോ കുഞ്ഞെന്നോ വിളി. ഡാഡിയും മമ്മിയും രാത്രിയെ വരുള്ളൂ. കുഞ്ഞു വന്ന് വല്ലതും കഴിക്കേ. പിന്നെ എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. കൊച്ചമ്മ? മുളക്. ഈ കൊച്ചൊരു പാവാന്നാ തോന്നുന്നത്. അതെന്നെ ചേച്ചിന്നാ വിളിച്ചത്. ആഹാ, വിളിച്ചോ? വിളിച്ചെങ്കിൽ നിനക്കൊരു 16 വയസ്സ് കുറഞ്ഞാണ്. കൊച്ചമ്മ ഇതൊന്നും അറിയണ്ട കേട്ടോ. അറിഞ്ഞ അന്ന് നിന്റെ ചീട്ട് തീർന്നു നോക്കിക്കോ. ശരി. ഇടി, കുഞ്ഞു വല്ലപ്പോഴും കൂടിയല്ലേ വരുന്നത്. അപ്പൊ അവര് സുഖിക്കാൻ പോയിരിക്കുന്നു. ഇവരൊക്കെ എന്ത് മനുഷ്യരപ്പാ. കൊച്ചമ്മയ്ക്ക് എന്താ ഈ കുഞ്ഞിനോട് ഇത്ര വെറുപ്പ്? അതെ, ഈ മറ്റേ 2 നമ്പയല്ലേ? അതുകൊണ്ടല്ലേ നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. സാറിനാണെങ്കിൽ സ്ഥാനമാനങ്ങളോട് മാത്രമേ സ്നേഹമുള്ളൂ. കാര്യം ഇതൊക്കെ ആണെങ്കിലും സാറിന്റെ ഈ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊച്ചമ്മ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്ത് സഹകരിച്ചെന്നാ പറയുന്നേ? അതൊക്കെ പറയണമെങ്കിൽ 10-100 വർഷം വേണ്ടി വരും. എനിക്കിപ്പോ സൗകര്യമില്ല പറയാൻ. ഏടി, നീയും കൂടി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞാനൊന്നൊരു കൊച്ചു MD ആയേനെ. ഇപ്പൊ ഞാൻ വെറും MD ആ. നോക്കി, ഞാൻ പറയാതെ തന്നെ നീ ചൊറിയുന്നുണ്ടല്ലോ തലയില്. പെണങ്ങല്ലേ? ഞങ്ങൾ കളിക്കാൻ പോയിരുന്നതാ. ഇന്ന് നല്ല വാശിയുള്ള മാച്ചായിരുന്നു. ദിനേശേട്ടൻ പെട്ടെന്ന് ഔട്ടായി. അതിന്റെ മൂഡ് ഔട്ടില്ല. ചേട്ടൻ വന്നിട്ട് വല്ലതും കഴിച്ചോ? കഴിച്ചു. വിഭവസമൃദ്ധമായ സദ്യ. ഇന്നലെ ട്രെയിനിൽ വെച്ച്. ഈ ചേട്ടൻ എപ്പോഴും തമാശയാണ്. എന്റെ തമാശ കേൾക്കാൻ നീയെങ്കിലും ഉണ്ടല്ലോ. ശരി, മോള് പോയി കുളിച്ചിട്ട് വാ. ദിലീപേട്ടൻ വന്നു. എന്നിട്ട് അവരെവിടെ? മുറിയിലുണ്ട്. അതിന് നീ എന്തിനാ നടന്ന് ചാടുന്നത്?
ഡാഡി ദിലീപേട്ടന് ഒത്തിരി വലുതായി. മോളിത് എന്റെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്ക്. യാത്രയൊക്കെ സുഖമായിരുന്നു. എക്സാം ഒക്കെ നന്നായി എഴുതിയോ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? റിസൾട്ട് വരാതെ മറ്റേതെങ്കിലും കോഴ്സിന് ചേർന്ന് പഠിക്കണമെന്നുണ്ടോ? വെറുതെ ഇരിക്കണ്ട. ദിലീപേട്ടൻ വരുന്നില്ലേ? എങ്ങോട്ട്? ബോംബെക്ക്. ഞങ്ങളൊക്കെ പോകുന്നുണ്ട്. ബോംബെക്കോ? എന്തിന്? ഒരു ഹോളിഡേ ടൂർ. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. നാളെയാ പോകുന്നത്. നാളെയോ? ദിലീപേട്ടൻ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങളൊക്കെ കൂടി പോയിക്കോളൂ. എനിക്കിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊക്കെ വന്നിട്ടാവാം. ദിലീപേട്ടൻ കൂടി ഉണ്ടായാ നല്ല രസമായിരിക്കും. ഞാൻ വന്നാൽ മറ്റുള്ളവർക്കുള്ള രസം കൂടി നഷ്ടപ്പെടും. എന്താ ഡാഡി ദിലീപേട്ടൻ ബോംബെക്ക് വരുന്നില്ല എന്ന് പറയുന്നത്? പറയാൻ മറന്നുപോയി. നാളെ ഞങ്ങളെല്ലാം ബോംബെക്ക് പോകുന്നുണ്ട്. നീയും കൂടെ വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാം. ഇല്ല ഡാഡി, ഞാൻ വരുന്നില്ല. ദിലീപേട്ട പ്ലീസ്. നോക്കൂ മമ്മി, ദിലീപേട്ടൻ ബോംബെക്ക് വരുന്നില്ല എന്ന്. ഇഷ്ടമില്ലാത്തൊരു വരണ്ട. നീ എന്തിനാ നിർബന്ധിക്കുന്നത്? വടി. നീ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഇവിടെ പപ്പേട്ടനുണ്ടല്ലോ. അല്ലെങ്കിലും ഞാൻ എന്നും ഒറ്റയ്ക്കാണല്ലോ ഡാഡി. അവരങ്ങ് പോയി സാറേ. 7:30 പോയോ? ഞാൻ കരുതിയത് 11:30 ഫ്ലൈറ്റ് പോകുന്ന. സാറ് വരുന്നതിന് മുമ്പ് 7:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറി അവര് പോയി. അവരിപ്പോ അങ്ങ് ചെന്ന് കാണും. കഷ്ടമായി പോയി. വാസുവിന് എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? അല്ല, അവരെന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞേക്കും സാർ. അയ്യോ, സാറിന് മനസ്സിലായില്ലേ? നമ്മുടെ MD സാറിന്റെ മൂത്ത ദിലീപ്. എനിക്ക് ആദ്യം ആളെ കണ്ടപ്പോ മനസ്സിലായില്ല. അയ്യോ, ദിലീപാണോ? എനിക്ക് മനസ്സിലായില്ല. ദിലീപ് അങ്ങ് വളർന്നല്ലോ. കുഞ്ഞിന് മനസ്സിലായില്ലേ? അയ്യോ, നമ്മുടെ ചീഫ് എഞ്ചിനീയർ കുറുപ്പ് സാറ്. കുറുപ്പെങ്കിൽ ഇപ്പൊ ഓർമ്മയുണ്ട്. എങ്ങനെ ഓർക്കാനാ? വല്ലപ്പോഴും കൂടിയല്ലേ കാണുന്നത്. അകത്തേക്ക് വരും അങ്കിൾ. പപ്പേട്ടാ, ചായ കൊണ്ടുവരാൻ പറയും. അതൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. മോളെന്താ ദിലീപിനെ അറിയില്ലേ? എന്താ മോളെ, ദിലീപ് ഓർക്കുന്നുണ്ടോ? അല്ല, ദിലീപ് എന്താ അവരുടെ കൂടെ പോകാഞ്ഞത്? ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല അങ്കിൾ. ദിലീപ് ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളതോ? ഒരു കാര്യം ചെയ്യും, അവര് വരുന്നത് വരെ ദിലീപ് ഞങ്ങളുടെ കൂടെ പോരെ. ഇവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട. ആ, അത് ശരിയാ. ഇവിടെ ആകെ ബോറടിക്കും. അത് വേണ്ട അങ്കിൾ, ഞാൻ ഇവിടെ നിന്നോളാം. അതൊക്കെ ദിലീപിന്റെ ഇഷ്ടം. ശരി, ദിലീപ് അങ്ങോട്ടേക്ക് വരണം കേട്ടോ. ഞാൻ വരാം. വരണം കേട്ടോ. വരട്ടെ? വരണം കേട്ടോ. വരാം. ബോഡി കൊള്ളാം, നല്ല പിക്കപ്പും ഉണ്ട്. എഞ്ചിന് മോശമാകാൻ വഴിയില്ല. പപ്പേട്ട എന്താ പറഞ്ഞേ? അല്ല, കുറുപ്പ് സാറിന്റെ വണ്ടിയുടെ കാര്യം പറയായിരുന്നു.
എവിടേക്കാ വലത്തുകാലം വെച്ച്? ചുമ്മാ പുറത്തേക്ക്. കുഞ്ഞൊരു കാര്യം പറയട്ടെ. ആ സാറ് വിളിച്ചു, സാറിന്റെ ഭാര്യ വിളിച്ചു, വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചു. എന്നിട്ട് എന്താ കുഞ്ഞു പോകാതെ ഇരുന്നത്? ആര്? ആരുടെ കാര്യ പപ്പേട്ട ഈ പറയുന്നത്? കുറുപ്പ് സാറിന്റെ വീട്ടിലേക്കേ. ആ കുഞ്ഞ് എത്ര പ്രാവശ്യമാണ് ഫോൺ ചെയ്തെന്നറിയാവോ? ഒന്ന് ചെല്ലാൻ വേണ്ടിട്ട്. ഒന്നുമില്ല, നമ്മുടെ കുറുപ്പ് സാറിന്റെ ഈ നമ്മൾ ഈ അതിനിപ്പോ എന്താണെന്ന് പറയുന്നത്? അല്ലാതെ കുറുപ്പ് സാറിന്റെ വീടല്ലേ? ശരി, നമുക്ക് പോകാം. പക്ഷെ ഒരു കാര്യം, പപ്പേട്ടും കൂടെ വരണം. ഞാൻ വരാം. അയ്യോ ഞാനില്ല ഞാൻ അമ്മയാണ്, ഞാനില്ല. അല്ല, എനിക്ക് വഴിയറിയില്ലെന്നേ. അല്ല, ഈ പരുത്തിക്കടയിൽ പട്ടിക്ക് എന്താ കാര്യം? അതുകൊണ്ട് ഞാനില്ല. അതൊന്നും പറഞ്ഞു പറ്റിയല്ല. അല്ല, ഞാൻ വരണോ? വരണം. ഞാൻ വരാം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുറുപ്പ് സാറിന്റെ എന്താണെന്ന് അല്ല, കുറുപ്പ് സാറിന്റെ വീടല്ലേന്ന് പറയായിരുന്നു. ഞാൻ ഓടിക്കട്ടെ? ഓടിക്ക്. അല്ല, ഞാൻ ഓടിക്കണമെങ്കിൽ ഞാൻ ഓടിക്കാൻ പ്രശ്നം. ഞാൻ ഓടിക്കാം. ഞാൻ വാചകം ഓടിക്കാനല്ലാതെ. വാചകമൊന്നും ഞാൻ ഓടിക്കാം. ഗീറൊക്കെ ഇട്ട് ഓടിക്കാൻ എനിക്കറിയാം. കുഞ്ഞു പോയിട്ട് വാ പപ്പേട്ട. ഞാനില്ല. അതെന്താ? ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ വെറുതെ ഒരു കാര്യമില്ല. ഇവിടെ ആകുമ്പോ നല്ല മരവും നല്ല കാറ്റും നല്ല ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനേ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കോളാം. കുഞ്ഞു പോയിട്ട് വാച്ചല്ലേ? ശരി. പ്ലസന്റ് സർപ്രൈസ്. ദിലീപേട്ടനാന്ന് ഞാൻ കരുതിയില്ല. ഞാൻ വിചാരിച്ചത് സിത്താരയാണെന്ന്. മമ്മി, ഇതാരാണെന്ന് നോക്കൂ. അല്ല, ഇതാര് ദിലീപോ? ദിലീപ് എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ വരൂ. ദിലീപ് ഇരിക്കൂ. താങ്ക് യു. അങ്കിൾ എവിടെ? കമ്പനിയിൽ വന്നില്ല. മോൾ 1-2 തവണ വിളിച്ചിട്ടും ദിലീപ് എന്താ വരാഞ്ഞത്? സോറി, സമയം കിട്ടിയില്ല. പിന്നെ അവിടെ എന്ത് പണിയാ? വെറുതെ പറയാണ് മമ്മി. അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാമല്ലോ, ഇവിടെ വരാൻ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. മുമ്പേ പറഞ്ഞില്ലേ, ഏതോ സിത്താരയെന്നോ മറ്റോ? ആരാത്? സിത്താര ഗ്രേസി ചെറിയാൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. എഞ്ചിനീയർ മിസ്റ്റർ തോമസ് ചെറിയന്റെ ഡോട്ടർ. കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നു, ഇങ്ങോട്ട് വരുമെന്ന്. സിത്താര എന്താ? സിത്താരയെ ദിലീപേട്ടൻ അറിയോ? ഇല്ല. സിത്താര സ്വീറ്റ് നെയിം. ഓ, എനിക്കിഷ്ടമല്ല അത്. നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ പേരോ? ഓ, ദാറ്റ് ഈസ് വെരി നൈസ്. താങ്ക്സ് എ ലോട്ട്. ക്ലാസ്സില് ഞാനും സിത്താരയും തമ്മിലാ വാശി. ഒരു തവണ അവൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിയാൽ നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങും. നാളെ മുതൽ ട്യൂഷൻ തുടങ്ങിയ അത് ഫിക്സ് ചെയ്യാനാ അവള് വരുന്നത്. ചായ ഇതെടുത്ത് കഴിക്കൂ ദിലീപ്. ഇതെടുത്ത് കഴിക്കൂ ദിലീപേട്ടാ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം. ഹായ് സിത്താര. ഹലോ മമ്മി, സിത്താരയും വന്നു. ഇത് ദിലീപേട്ടൻ, എംഡിയുടെ മോനാ. ദിലീപേട്ട, ഇത് ഞാൻ പറഞ്ഞില്ലേ, സിത്താര. ഹലോ. ഹലോ സിത്താര, ഇരിക്കൂ. എവിടെ നിന്ന് കിട്ടി ഈ ബോറം പേര്? താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കമന്റ്. എന്റെ പേര് എനിക്ക് ഇഷ്ടമാണ്. ദാറ്റ്സ് എനഫ്. ഓ, ടേക്ക് ഇറ്റ് ഈസി സിത്താര. ദിലീപേട്ടൻ ഒരു ജോക്ക് പറഞ്ഞതല്ലേ? എന്നാരും പറഞ്ഞു? ഞാൻ സത്യമാ പറഞ്ഞത്. മോളെ, ഒന്നിങ്ങ് വരൂ. ജസ്റ്റ് എ മിനിറ്റ്. അങ്കിളിന് എനിക്ക് സുഖം തന്നെയല്ലേ? അറിയേണ്ടവർ ചെന്ന് അന്വേഷിക്കേ. ആളിന്ന് സീരിയസ് റോളിലാണല്ലോ.
വെറുതെ പറഞ്ഞതാ. സിത്താര നല്ല പേരാണ്. ഐ ലൈക്ക് ഇറ്റ്. കുടിക്കും മോളെ. ആ, സിത്താര ദിലീപിനെ അറിയോ? പരിചയപ്പെട്ടു. പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇത്തവണത്തെ ജേണി മഹാ ബോറായിരുന്നു ആന്റി. ആ, നീ അറിഞ്ഞോ? നമ്മുടെ ആശാമത്തിന്റെ മാരേജ് ഫിക്സ് ചെയ്തു. റിയലി? വൺ ഡോക്ടർ ഫ്രം ബാംഗ്ലൂർ. നെക്സ്റ്റ് വെനസ്ഡേ ആണ്. അങ്കിള് വരാൻ വൈകിയേക്കും. ഞാൻ ഇറങ്ങട്ടെ ആന്റി. എന്താ ഇത്ര ധൃതി? ഡാഡി വന്നിട്ട് പോകാൻ ദിലീപേട്ടാ. ഞാൻ പിന്നെ വരാം. ആ, അങ്കിളിനോട് ഞാൻ വന്നിരുന്നു പറഞ്ഞു. ഞാൻ വരട്ടെ.